ഗൈസ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ ഇതവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് വ്ളോഗായിട്ട് നമ്മൾ റമദാനൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഞാൻ വിളിച്ച് എന്തായാലും റമദാനിലേക്ക് ഒന്ന് വീടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂം ഒന്ന് ക്ലീൻ ചെയ്യാനാണ്. അതിൻ്റെ ഒരു കുട്ടി വ്ളോഗായിട്ടാണ് ഇന്ന് വന്നത്. എല്ലാവർക്കും നല്ല മെസ്സി ആയിട്ടാണ് നിൽക്കുന്നത്. റൂമിൻ്റെ അവസ്ഥ ഇപ്പോൾ അങ്ങനെയാണ്. വാഷ്റൂം ഒന്ന് ക്ലീൻ ചെയ്യാണ്ട്, ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു. വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി അതൊക്കെ ഒന്ന് ഉണങ്ങുമല്ലോ. പിന്നെ പില്ലോസ് എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് വെയിലത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ടേബിൾ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. വിൻഡോ ഉണ്ട്. എ സിൻ്റെ മേലെ ഫാനൊന്നും വലിയ കുഴപ്പമില്ല. ഞാനിപ്പം 2-3 ദിവസം മുന്നേ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ മിററ്, പിന്നെ വാർഡ്രോബിൽ ഈ ബോക്സും ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയുള്ളത് ഇതിത്തെ ഈ ഒരു ഇതാണ് ഇനി ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ആ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് തുടങ്ങാം അല്ലേ. രാവിലെ തന്നെ ഷാൻക പോണതിൻ്റെ മുന്നേ ഞാൻ വാർഡ്രോബ് ഒന്ന് സൈഡൊന്ന് നീക്കിയിരുന്നു. ഓൾറെഡി ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി നീക്കിയിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ നല്ല സുഖമല്ല. അപ്പോൾ ഗ്യാപ്പ് ഇട്ട് വെക്കുന്നത് നല്ലതാണ്. അതാകുമ്പോൾ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടാണല്ലോ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ലിപ്സ്റ്റിക്ക് എന്തായാലും ഞാൻ വീഡിയോ എടുക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നല്ല മനയിൽ നമുക്കൊന്ന് വൃത്തിയിൽ വീഡിയോ എടുക്കാമല്ലോ എന്നുള്ളത്. അപ്പം എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഇതാണ് ഞാൻ ഫസ്റ്റ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഷർട്ട് ഞാൻ ജസ്റ്റ് അവിടെ വെച്ചെന്നുള്ളൂ. പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫുള്ളും ഹാങ്കർ സെറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യും. മെയിനായിട്ട് ഈ സെൻറ്ററിലുള്ള വാർഡ്രോബാണ് ക്ലീൻ ചെയ്യാറുള്ളത്. മറ്റേ രണ്ടും ഇതേമാതിരി നൈറ്റിൽ അല്ലെങ്കിൽ ഷാൻകാക്കുള്ള ടൈമിലൊക്കെ ഞാൻ ഒന്നായിട്ട് പുറത്തേക്ക് വലിച്ചിട്ടുങ്ങാണ്ട് അതാകുമ്പോൾ ഷാൻകാക്ക് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കലുണ്ട്. നൈറ്റിലാണ് ഞാൻ അതൊക്കെ ചെയ്ത് അത് രണ്ടും സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഈ സെൻറ്ററത്തതാണ് പിന്നെ ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഫുള്ളായിട്ട് വാരി വിളിച്ചിട്ടുങ്ങാണ്ടാണ് ചെയ്യുക. അപ്പം പിന്നെ ആങ്കർമേൽ ഇതെന്ന് വെച്ച് ഞാൻ പൊതുവേ എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളെന്ന് വെച്ചാൽ പുതിയ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് വെഡ്ഡിങ് പാർട്ടി വെയർ ഒക്കെ അല്ലേ, അങ്ങനത്തെയൊക്കെ ഞാൻ കവറിലാക്കിയിട്ടാണ് വെക്കുക. അതപ്പോൾ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. വാർഡ്രോബിൽ തന്നെ തട്ടായിട്ട് ഇങ്ങനെ കവറിലാക്കിയിട്ട് സെറ്റ് ചെയ്യുക. അതാദ്യം അങ്ങനെ തന്നെ ചെയ്യൽ, ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യും. പിന്നെ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന പുറത്തേക്കൊക്കെ പോകാൻ യൂസ് ചെയ്യുന്ന കുറച്ച് വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സുകളൊക്കെ അതൊക്കെ ഞാൻ ഇങ്ങനെ സാധാ നമ്മൾ മടക്കി വെക്കണമാതിരി ജീന് വരെ അങ്ങനെയാണ് സെറ്റ് ചെയ്യൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ കുറേ ബില്ല് പേപ്പേഴ്സ്. അപ്പം നോക്കി ഓരോന്ന് നോക്കിയിട്ട് വേണം എന്താ ആവശ്യമുള്ളത്. പിന്നെ ഓരോന്ന് കാണാതാവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, വേറെ എവിടെ പോകുമൊന്നുമില്ല. സംഭവം ഇവിടെ തന്നെ ഉണ്ടാവും സാധനം. പക്ഷെ ചോദിക്കുമ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പം വേഗം കൊണ്ടുവന്നിങ്ങനെ അർജൻറ്റിൽ അങ്ങോട്ട് അവിടെ വെക്കും. അൽമാരയിൽ ഈ ഒരു ഷെൽഫിൽ തന്നെയാണ് ഇങ്ങനത്തെ പേപ്പേഴ്സ് കാര്യങ്ങൾ വെക്കുക. അപ്പം അങ്ങനത്തെ ഒക്കെ അതിൻ്റെ ഇടയിൽ ഹെൽമെറ്റിൻ്റെ ഒരു പേപ്പർ ഉണ്ടായിന്. അത് കുറച്ചായി തപ്പി നടക്കുന്നത്, എനിക്ക് എവിടെ വെച്ചത് നോർമലി. അങ്ങനെ പിന്നെ അത് കിട്ടി. അങ്ങനെ പിന്നെ ഷാൽക്കാക്കനോട് വിളിച്ച് പറഞ്ഞ് അത് കിട്ടിയിരിക്കുന്ന ആ പേപ്പർ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൽ മെയിനായിട്ട് ഉണ്ടാവുകയെന്ന് വെച്ചാൽ സ്കിൻ കെയർ, സ്പ്രേ, പെർഫ്യൂം, അങ്ങനത്തെ കുറച്ച് അല്ലറച്ചില്ല കുറച്ച് ചെറിയ ഫാൻസി ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് കോയിൻ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ആദ്യം ഞാൻ എടുത്തേക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോഴും എടുത്തേക്കും. അവിടെ നിന്ന് വെറൈറ്റി എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എടുത്തേക്കും. പിന്നെ ഒരു ടാങ്ക്, ഒരു കുഞ്ചില്ലേ നമ്മൾ പൈസ ഒക്കെ ഇട്ട് വെക്കണ കുഞ്ചി, ഞാൻ എന്താ പറയല്, പലരും ഭണ്ഡാരം എന്ന് പറയുന്നത്, ഞാൻ കുഞ്ചി അതുണ്ട്. അങ്ങനെ ഷാൽക്കാക്ക് കിട്ടുന്ന ചില്ലറകൾ അങ്ങനെ 10 റുപ്യ 20 റുപ്യ അങ്ങനെ ഓരോ ദിവസം എന്നും കിട്ടുന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ അതേമാതിരി ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചാൽ അതേമാതിരി കിട്ടുമ്പോൾ ഞാൻ അതിലിട്ടൊക്കെയുണ്ട്. അങ്ങനത്തെ കുറച്ച് പേപ്പേഴ്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഇതിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് നക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മെനക്കെട്ട് കുറച്ച് ടൈം എടുത്തുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം പേപ്പേഴ്സ് മിസ്സാവരുത്തല്ലോ. അപ്പോൾ വേണ്ടാത്ത പേപ്പേഴ്സ് ഒഴിവാക്കിയിട്ട് വേണം ഓരോന്ന് എടുത്തു വെക്കാൻ.
പേപ്പേഴ്സ് കിട്ടുമ്പോൾ ഷാൻകാക്കനെ വിളിച്ച് പറയും ഇങ്ങനെ പേപ്പേഴ്സ് ഇവിടെ തന്നെ ഉണ്ട്. ഷാൻകാക്ക പറയാം ഇത് എവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാവുന്നു. ഇവിടെ അല്ലാതെ വേറെ എവിടെയും ഞാൻ കൊണ്ടുവയ്ക്കലില്ല, ഇങ്ങനെ ഈ ഒരു ഷെൽഫിൽ തന്നെ കൊണ്ടുപോയിടുക. പിന്നെ ഇത് തന്നെ ബാൻഡിഡോസിൻ്റെ ഒരു റേസിങ് ഉണ്ടായിരുന്നല്ലോ തൃശ്ശൂർ വെച്ചിട്ട്, കഴിഞ്ഞ കൊല്ലമായിരുന്നു, അതിൻ്റെ മുന്നത്തെ കൊല്ലം, കഴിഞ്ഞ കൊല്ലം എനിക്ക് ഓർമ്മയില്ല, അന്ന് പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അതിൻ്റെ കൂടെ കുറേ വൾച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ആഡ് ഓൺസിൻ്റെ ഇതേമാതിരി ഇംഗ്ലീഷ് കളറിൻ്റെ അതിൻ്റെ കുറച്ച് വൾച്ചർ കാര്യങ്ങളൊക്കെ, അതൊക്കെ പർച്ചേസിങ് കഴിഞ്ഞിട്ടോ. അതിൻ്റെ എന്നാലും എടുത്തു വെച്ചതാണ് അതിൻ്റെ ബാൻഡ് കാര്യങ്ങൾ. പിന്നെ ഇത് ഞങ്ങളെ കല്യാണക്കത്ത്, അതും ഇതേമാതിരി ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും, സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ഇവിടെ തന്നെ ഉണ്ടാവും, വേറെ എവിടെയും പോകുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നോക്കി ഓരോന്ന് ചെയ്യലാണ്. പിന്നെ ഷെൽഫ് കാര്യങ്ങളൊക്കെ തുടയ്ക്കാൻ വേണ്ടി വെറ്റ് വൈപ്സാണ് യൂസ് ചെയ്യൽ. മെയിനായിട്ട് ഫർണിച്ചർ തുടയ്ക്കാൻ ഞാൻ വെറ്റ് വൈപ്സ് തന്നെ എടുക്കൽ, അല്ലാണ്ട് വേറെ ഇങ്ങനെ ക്ലോത്തിൽ വെള്ളം നനച്ച് തുടയ്ക്കുക അങ്ങനെയില്ല. വെറ്റ് വൈപ്സ് വെച്ചിട്ട് തന്നെയാണ് ഷെൽഫും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യൽ. പിന്നെ ഇതേമായിട്ട് ഒരു ബോക്സ് ഉണ്ട്, അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ പാർട്ടീഷനാക്കി ഓരോ സാധനങ്ങൾ ഇങ്ങനെ കറക്റ്റാക്കി വെക്കാമല്ലോ. പിന്നെ ഇതേമാതിരി പെഡിക്യൂർ മാനിക്യൂറിൻ്റെ സെറ്റ് കാര്യങ്ങൾ, ഇങ്ങനത്തെ എല്ലാ ഞാൻ ഈ കോഴ്സ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ബ്യൂട്ടീഷ്യൻ്റെ കോഴ്സ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ഞങ്ങളടുത്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ എല്ലാ സാമഗ്രികളും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇങ്ങനത്തെ ബോക്സ് ഏതായാലും കിട്ടിയ സ്ഥിതിക്ക് ഓരോന്ന് സോർട്ട് ചെയ്ത് വെക്കാം. പിന്നെ ജ്വല്ലറി എന്ന് പറയാൻ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ഗോൾഡ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഹാൻഡ് സെറ്റും, പിന്നെ അതേമാതിരി എനിക്ക് എൻഗേജ്മെൻറ്റിന് കിട്ടി, അത് മെയിനായിട്ട് അതേ യൂസ് ചെയ്യലുള്ളൂ, അല്ലാണ്ട് വെറുതെ ഗോൾഡ് കാര്യങ്ങളൊന്നുമില്ല. റിങ്ങോടും പിന്നെ സാധാ ഒരു ചെറിയ ഇയറിങ്സും. അല്ലെങ്കിൽ പിന്നെ ഫാൻസി ഐറ്റംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എത്നിക് ആയിട്ടുള്ള, കുറച്ച് വെസ്റ്റേൺ ടൈപ്പ് ആയിട്ടുള്ള, കുറച്ച് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് അതിൻ്റെ പേരെന്താ പറയാമെന്ന് എനിക്കറിയില്ല, ഒരു വള മോഡലില്ലേ ലോക്ക് ചെയ്യുന്ന ആ സാധനങ്ങൾ ഒരു 3-4 ഉണ്ട്. പിന്നെ 2-3 ഇയറിങ്സ്. അല്ലാണ്ട് എൻ്റെ കയ്യിൽ ജ്വല്ലറി ഐറ്റംസ് എന്ന് പറയാൻ തോന്നൊന്നുമില്ല. ഷെൽഫിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ട് അതിൽ പിന്നെ സ്കിൻ കെയറിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിറം അങ്ങനത്തെ ഒന്നുമല്ല, അതൊക്കെ ഞാൻ മറ്റേ ഇതിൽ തന്നെയാണ് വെക്കൽ. കള്ളിക്കള്ളിയുണ്ട്, അതിൻ്റെ ഉള്ളിലൊരു കള്ളിക്കള്ളിയുണ്ട്, അതിലാണ് വെക്കൽ. പിന്നെ അല്ലാതെ നമ്മൾ ഈ ഫേസ് പാക്ക് അങ്ങനത്തെ മാസ്ക് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇതിലുണ്ടാവുക. പിന്നെ പെഡിക്യൂർ മാനിക്യൂറിൻ്റെ ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ഞാൻ ലോഷനില്ലേ നമ്മളെ ബോഡി ലോഷൻ, അപ്പോൾ നമ്മൾ അണ്ടർ റോളോണില്ലേ, അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അതിൻ്റെ ബോട്ടിലാക്കി വെച്ച്. അത് നമുക്ക് സുഖമായി, എനിക്ക് അതിങ്ങനെ കൈൻ്റെ ഉള്ളിൽ ലോഷന് കാര്യങ്ങൾ കൈൻ്റെ ഉള്ളിലായി ആ ഒരു വഴുവഴുപ്പുണ്ടല്ലോ, അത് തീരെ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പെട്ടെന്ന് വരുന്ന ഓരോ ഇംകൃത ബുദ്ധികളില്ലേ, അതിൽ ഞാൻ എന്ത് ചെയ്ത് ആ റോളോണിൽ കുറച്ച് ലോഷനാക്കി വെച്ചതാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പെർഫ്യൂമിൻ്റെ കളക്ഷൻസ് ഉണ്ട്, പിന്നെ ലിപ്സ്റ്റിക്കും കുറച്ചുണ്ട്. അതൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യും. കുറച്ചധികം തോന്നെ ലിപ്സ്റ്റിക്സ് ഉണ്ട്. പിന്നെ പെർഫ്യൂമിൻ്റെ ഞാൻ ഇതിന് മുന്നേ ഒരു ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല എല്ലാവരും വേറെ പെർഫ്യൂംസ് ഉണ്ട്. ഷോർട്സിൽ നമുക്ക് കുറച്ചല്ലേ കൊള്ളിക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓരോന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഓരോന്ന് തീർന്ന കാര്യങ്ങളും മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരസിറ്റമോൾ, തലവേദന മരുന്ന് അങ്ങനത്തെ ഒക്കെ സ്റ്റോക്ക് ഉണ്ടാവലുണ്ട്. പിന്നെ ബാൻഡേഡ് അങ്ങനത്തെ കുറച്ച് ചില്ലറ അത്യാവശ്യം വേണ്ടിയ മെഡിസിൻസ് ഇല്ലേ, അതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കലുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് തീർന്നത്, എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ എന്തൊക്കെ തീർന്ന് അതൊക്കെ നൈറ്റിൽ പോയി വാങ്ങാനുണ്ട്. അപ്പം എന്തായാലും എന്തൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അൽമാറൻ്റെ ഷെൽഫിൻ്റെ ഉള്ളിൽ കുറച്ചൊരു കള്ളി പാർട്ടീഷൻ ഉണ്ട്. അപ്പം അതിലാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കിങ്ങനെ ഒന്നെങ്കിൽ ഇങ്ങനെ കണ്ടുകൊടുക്കണം, പുറത്ത് വെക്കണ ഇഷ്ടമല്ല, ഒക്കെ ഉള്ളിലിങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ വെക്കണം. അതിന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറൊന്നുമില്ല കേട്ടോ, അതൊക്കെ ആ രീതിയിൽ തന്നെ. പിന്നെ ഷാനിക്കാക്കായാലും അവിടെ ഒന്നും കയറി ചകഞ്ഞ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഷാനിക്കാക്കൻ്റെ പെർഫ്യൂമാണ്. പിന്നെ അതേമാതിരി സൺസ്ക്രീം ഞാൻ ഇട്ടുകൊടുത്താലും ഇടും, അല്ലാണ്ട് ഇടുമൊന്നുമില്ല. പിന്നെ ലോഷന് കാര്യങ്ങൾ അങ്ങനത്തെ ചെറിയ ഇതൊക്കെ എടുക്കുകയുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ ലിപ്സ്റ്റിക് എടുത്ത് അവിടെ വെറുതെ വൃത്തികേടാക്കിയിട്ട് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പിന്നെ ഞാൻ വെച്ച മൈക്ക് തന്നെ ഉണ്ടാവില്ല, അങ്ങനെ നക്കുക അങ്ങനത്തെ ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെ ഒന്നും ചെയ്യൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ അതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് തന്നെ ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ തന്നെ അങ്ങനെ ചെയ്യുന്നതാണ്.
പിന്നെ എല്ലാ കാര്യങ്ങളും എടുത്ത് അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ മാറ്റി ഒക്കെ ഒന്ന് നമ്മളെ വെറ്റ് വൈപ്സ് വെച്ചൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ സൈഡ് ബോക്സ്, അതിലും ഇതേമാതിരി ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു ഡംപ് സ്പേസാണ് അതിലുള്ള ഷെൽഫ്. അതേമാതിരി വാർഡ്രോബിലുള്ള ഷെൽഫും അതേമാതിരി ഡംപ് സ്പേസാണ്. അപ്പം വാർഡ്രോബിലുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് ഇപ്പോൾ മെയിനായിട്ട് കൊണ്ടുവരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സൈഡ് ബോക്സ്. ഇതിൽ മെയിനായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ അതേമാതിരി എന്തെങ്കിലും മെഡിസിൻസ് കാര്യങ്ങൾ, അതേമാതിരി ഓൾമെൻറ്റിലും വേദനക്ക് തീർക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, പെന്ന്, ബുക്ക്, ട്യൂഷൻ്റെ കാര്യങ്ങൾ, ബുക്ക് കാര്യങ്ങൾ, അങ്ങനത്തെ എന്തെങ്കിലും, പിന്നെ വയറ്, നമ്മളെ ചാർജർ, അങ്ങനത്തെ കുറേ സാമഗ്രികളൊക്കെ കൊണ്ടുവരുന്ന സ്ഥലമാണ് അത്. പിന്നെ ഇതിൻ്റെ സ്റ്റഡി ഏരിയ എന്നോ അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കുന്ന ഏരിയ എന്നോ അങ്ങനെ ഒരു ടേബിൾ ഉണ്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചത്. അതിൻ്റെ മേലെ ഇതേമാതിരി ഒന്ന് കുറച്ച് പ്രത്യേകിച്ചൊക്കെ എനിക്ക് ആവശ്യമുള്ള സാധനമാണ്, പ്രത്യേകിച്ച് ഒഴിവാക്കേണ്ട സാധനങ്ങളൊന്നുമില്ല. അത് ഞാനിപ്പോൾ ഒരു പ്ലാന്റും കൂടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ദിവസമായിട്ടുള്ളൂ, ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ വെച്ചിട്ടില്ല. അപ്പം എഡിറ്റ് ചെയ്യുന്ന 2 ദിവസമായിന് ഇപ്പോൾ ആ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ വേണ്ടാത്ത എല്ലാ വേസ്റ്റും നിലത്തേക്ക് എടുത്തിടുകയാണ്. അപ്പം പിന്നെ ആങ്കറിന് ഇതേമാതിരി കുറച്ച് തിരുമ്പാനുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി 1 ടൈം ഇട്ട ഡ്രസ്സുകളൊക്കെ ഒന്ന് ജസ്റ്റ് വെയിലത്തിട്ടുങ്ങാണ്ട് ഒന്ന് മടക്കി വെക്കാമല്ലോ. പിന്നെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ജനവാതിൽ ഇതേമാതിരി ഞാൻ 2 ദിവസം മുന്നേ ഫാനും ജനവാതിലൊക്കെ ക്ലീൻ ചെയ്തു. ഞാൻ മെയിനായിട്ട് റൂം ക്ലീൻ ചെയ്യുമ്പോൾ തുടയ്ക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഞാൻ ഫാനും അതേമാതിരി ജനവാതിൽ എപ്പോഴും ക്ലീൻ ചെയ്യുന്നതാണ്. പിന്നെ മാറാലാക്ക് ഞാൻ 2 ദിവസം 3 ദിവസം കൂടുമ്പോഴാണ് തുടയ്ക്കുക. അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെ റൂം ഞാൻ നല്ല വൃത്തിക്ക് അടിപൊളിയാക്കി കൊണ്ടുനടക്കും. ചില ദിവസങ്ങൾ നോക്കിയിട്ടുണ്ട് ഒന്നായിപ്പോവും, കാരണം രാവിലെ തന്നെ ഞാൻ എണീറ്റ് പോവും. പിന്നെ ഷാനിക്കാക്ക് എണീക്കുന്ന വരെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ, പിന്നെ ഞാൻ എൻ്റെ പണികൾ, താഴത്തെ പണികളും കിച്ചണത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും ബെഡ്ഷീറ്റ് കാര്യങ്ങൾ വിളിക്കാം. പെട്ടെന്നായിരിക്കും ആരെങ്കിലും കയറി വരിക. അപ്പോഴായിരിക്കും ഞാൻ വൃത്തിയാക്കിയില്ലല്ലോ എന്ന് തോന്നിപ്പോകും. പക്ഷേ ഇതാണ് അവസ്ഥ. ആരെങ്കിലും കയറി വരുമ്പോൾ നമ്മൾ ഷാനിക്കാക്ക് ഉറങ്ങിയിരിക്കാൻ നേരം വൈകുമല്ലോ. അപ്പം ബെഡ്ഷീറ്റ് കാര്യങ്ങൾ വിരിച്ചിട്ടല്ലേ. പിന്നെ എൻ്റെ പണികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. പരിപാടികളൊക്കെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ ഒറ്റയ്ക്ക് ചെയ്യാനാണ് ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എനിക്കത് കഴിഞ്ഞിട്ടുള്ള നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ഒക്കെ കഴിഞ്ഞ് ഒന്ന് വൃത്തിയായി ഒക്കെ തിളങ്ങുമ്പോൾ, അത് ബാത്റൂം ആയാലും അങ്ങനെ തന്നെ. ഞാൻ 2 ദിവസം കൂടുമ്പോൾ എല്ലാ സാധനവും എനിക്ക് ഇങ്ങനെ തിളങ്ങിക്കൊണ്ട് നിൽക്കണം. ഞാനിങ്ങനെ ക്ലീൻ ചെയ്യും. അങ്ങനെ മാറാല തട്ടലും അടിച്ചേരലും ഇനി നെക്സ്റ്റ് പിന്നെ തുടയ്ക്കലാണ്. അടിച്ചേരൽ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം തുടയ്ക്കൽ വെച്ചുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് അവസാനിപ്പിച്ചു. ബാത്റൂമിൻ്റെ ഡോറും കൂടി ക്ലീൻ ചെയ്ത് പിന്നെ ഞാൻ അങ്ങോട്ട് നിർത്തി. ഏകദേശം പണികളൊക്കെ കഴിഞ്ഞല്ലോ. പിന്നെ ബാത്റൂമിലാണ് ക്ലീൻ ചെയ്യാറ്. പിന്നെ കുളിക്കാൻ പോകുമ്പം അതിൻ്റെ കൂടെ അങ്ങനെ ക്ലീൻ ചെയ്ത് പോയിക്കോളല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നിർത്തുമ്പോൾ തന്നെ 4 മണി കഴിഞ്ഞു. പിന്നെ പെട്ടെന്ന് കുളിക്കുക, ട്യൂഷൻ കുളിച്ച് കഴിഞ്ഞ് വേഗം പോയി ഫുഡ് കഴിച്ചു. കാരണം ആ വിശന്ന് ഇങ്ങനെ കയ്യും കാലും വിറയ്ക്കൂലേ, ആ രീതിയിലേക്ക് എത്തിപ്പോയി. കാരണം അത്രയും ടയേർഡായിപ്പോയി. പെട്ടെന്ന് അത്രയും 1 മണിക്ക് തുടങ്ങിയിട്ടല്ലേ നിർത്തുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലാസ്റ്റായിട്ട് ക്ലീൻ ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചത്. ഇങ്ങനെ കാണുമ്പോൾ അൽക്കുലത്തായി നിൽക്കും, പക്ഷേ എനിക്കിതൊക്കെ പാർട്ടീഷനാക്കി വെച്ചപ്പോൾ എനിക്കൊരു സമാധാനമില്ല. പിന്നെ അവിടെ ഒരു ബൗളിൽ വെച്ചത് എനിക്ക് അത്യാവശ്യം വേണ്ട ക്ലിപ്പ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാണ് വെച്ചത്. അപ്പോൾ നമ്മൾ പകുതി വെച്ച് നിർത്തിപ്പോയതല്ലേ. എനിക്ക് ഫുള്ള് എടുക്കാനുള്ളൊരു സിറ്റുവേഷനിലേക്കായിരുന്നു. ഞാൻ അത്രയും ടയർഡായിപ്പോയി. 4:30 അറിയുന്നത് കഴിഞ്ഞിരിക്കും. ഒന്നാമത് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ആംഗിൾ ശരിയാക്കണം, ഇതാക്കണം. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ടൈമും കൂടി വേണം അതൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ വെച്ച് ഏകദേശം തുടയ്ക്കുന്ന രീതിയിൽ അവിടെ വെച്ച് നിർത്തിയത്. അപ്പം ഒരുവിധം പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇന്ന് കുറച്ച് മടക്കി വെക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, തീർപ്പാൻ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിരുന്നു, അതൊക്കെ ഞാൻ കുറച്ച് മടക്കി വെക്കാനുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ ഇരിക്കാനുണ്ട്. പിന്നെ എനിക്ക് 4:30 ആയപ്പോൾ ഞാൻ അത്രയും ഉദ്ദേശിക്കുന്ന ഒരു ആവശ്യതയായി. പിന്നെ വരില്ല, ബാക്കിയൊക്കെ നൈറ്റ് ചെയ്യാമല്ലോ വിചാരിച്ചു. അപ്പം കുറച്ച് എഴുതി വെച്ചിരുന്നില്ല എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാനുണ്ട് എന്നുള്ളത്. അപ്പം അതൊക്കെ വാങ്ങാൻ വേണ്ടി പോവാൻ നിൽക്കാൻ.
അതിനുശേഷം ഷാനിക്കാക്ക് തന്നെ ടൈമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പണികളൊക്കെ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി വന്നിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് മടക്കി വെക്കാനുണ്ട്. പിന്നെ കഴിയുകയാണെങ്കിൽ ബെഡ്ഷീറ്റ് വിരിക്കണം. ഞാൻ ഒറ്റയ്ക്ക് ബെഡ്ഷീറ്റ് വിരിക്കാറില്ല, ഷാനിക്കാക്കിനെ കൂടിയിട്ടാണ് വിരിക്കൽ. അപ്പോൾ നോക്കാം, ടൈം ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഷാനിക്കാക്ക് വന്നിട്ട് ഒപ്പരം ചെയ്യാം. പിന്നെ അൽമാറിൻ്റെ പറയുകയാണെങ്കിൽ അൽമാറിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇതൊന്ന് നീക്കി വെക്കാൻ, അൽമാറ ജസ്റ്റ് ഒന്ന് നീക്കാണ്ട് എന്തെങ്കിലും ഷാനിക്കാക്ക് ഉണ്ടാവും. പിന്നെ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പെട്ടെന്ന് ഒന്ന് മടക്കിയില്ല. ബെഡ്ഷീറ്റ് വിരിക്കുന്ന ടൈം എന്തെങ്കിലും വിരിക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഫുള്ളത് വിരിച്ചു കഴിഞ്ഞ് ഫുള്ള് സെറ്റായി. സമയം ഉണ്ടെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ വിരിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതും വിരിച്ചു കഴിഞ്ഞാൽ ഫുള്ളും കഴിഞ്ഞു. എല്ലാ പരിപാടിയും കഴിഞ്ഞു. ബെഡ്ഷീറ്റ് കട്ടൻ സെറ്റ് ചെയ്യും എല്ലാം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്ന് റമദാൻ ക്ലീനിങ്, അല്ലെങ്കിൽ നെഞ്ചുള്ളി എന്ന് പറയും. എന്താ പറയുന്നത്, ഞാൻ റമദാനിന് മുന്നുള്ള ക്ലീനിങ്ങിന് എന്താണ് പറയുന്നത് ജസ്റ്റ് കമ്മിയായിട്ട് അറിയിക്കുന്നത്. ഇവിടെ ഞങ്ങൾ പണ്ടൊക്കെ നെഞ്ചുള്ളി എന്നാണ് പറയുന്നത്. നെഞ്ചുള്ളി കഴിഞ്ഞിട്ട് ഒരു ഡ്രസ്സ് കിട്ടുന്നത് കാര്യമില്ല. കിട്ടില്ല എന്നൊന്നും അറിയില്ല, കിട്ടില്ല ഞാൻ അതുകൊണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നെഞ്ചുള്ളിൻ്റെ ഡ്രസ്സ് എടുക്കാനാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഞാനെന്താ ബ്ലോക്ക് ഇനി കുറച്ച് തൊണ്ടൊക്കെ പോയി. കാരണം ഞാൻ പണിക്കതിൻ്റെ ഇടയിൽ തണ്ട വന്നിങ്ങനെ കുറിച്ചിട്ടാണ് തൊണ്ടൊക്കെ സീൻ കുടിക്കുന്നത്. പിന്നെ കുറച്ച് വേസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാൻ പോകണം. അതൊന്നും വിചാരിക്കുന്നില്ല, മേക്കപ്പ് ഒക്കെ ഇട്ടിരുന്ന പണിയെടുത്ത് എന്തായാലും ബ്ലോഗ് എടുക്കണം. അപ്പോൾ ഇതൊന്നും മനയിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ ആയാലും ഇപ്പോഴാണ് ഒന്ന് സെറ്റായിട്ട് വീഡിയോ എടുത്തത്. അപ്പോൾ ഇപ്പോൾ അത് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ചാഞ്ചു പോകണം. ചെറിയ കറക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. So bye bye.